നിങ്ങളിപ്പോൾ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും അധർമ്മയും ശത്രുവും ഞാൻ തന്നെയാണ്. പേര് നടേശൻ. ഈ ഡയലോഗിനെയും ഇത് പറഞ്ഞ ആളെയും പരിചയപ്പെടുത്താൻ പ്രത്യേക മുഖവരയുടെ ഒന്നും ആവശ്യമില്ല. നടൻ കലാഭവൻ. സിനിമ ഛോട്ടാ മുംബൈ. ഛോട്ടാ മുംബൈ എന്ന ചിത്രം റീ റിലീസ് ചെയ്യുമ്പോൾ തലയുടെയും പിള്ളേരുടെയും തിരിച്ചുവരവ് മാത്രമാണോ മലയാളികളെ ഹരം കൊള്ളിക്കുന്നത്? ഒരിക്കലുമല്ല. കലാഭവൻ മണിയുടെ നടേശൻ എന്ന വില്ലനെ കൂടി ആഘോഷിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. നടേശനില്ലാതെ ഛോട്ടാ മുംബൈ പൂർണ്ണമാകില്ല. കലാഭവൻ മണി ഫാൻസിന്റെ കൂടെ ഒത്തുകൂടലായിരിക്കും ഛോട്ടാ മുംബൈയുടെ റീ റിലീസ്. തലയുടെയും സിനിമയിലെ മറ്റു നടന്മാരുടെയും എല്ലാം ഡയലോഗുകൾ മനഃപ്പാടമായ മലയാളികൾക്ക് നടേശന്റെ വിരട്ടലുകളും കാണാപ്പാടമാണ്. തന്റെ മരണം കണ്ട് മനസ്സൊന്ന് പിടച്ചു നിൽക്കുമ്പോൾ തന്റെ മകനെയും ഞാൻ കൊല്ലും. ഇത് 2 കുപ്പി കള്ളിന്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ ഗുണ്ടകൾ പറയുന്ന വാക്കല്ല. കൊല്ലുമെന്ന് പറഞ്ഞാൽ നടേശൻ കൊന്നിരിക്കും. വളരെ ക്ലാസ് ആയിട്ടുള്ള വിരട്ടൽ. മാസിനൊരു കോട്ടവും തട്ടാതെ, എന്നാൽ അലറി വിളിക്കാതെ വളരെ കൂളായി അയാൾ അത് പറഞ്ഞു പോകുമ്പോൾ ആർക്കായാലും ഒരു പേടി തോന്നും. എന്നാൽ അതിനൊപ്പം തന്നെ അമ്പോ എന്തൊരു സ്വാഗും സ്റ്റൈലുമാണ് കലാഭവൻ മണിക്കെന്നും തോന്നിപ്പോകും. വയലൻസിന്റെയോ ക്രൂരതയുടെയോ അതിപ്രസരപ്പില്ലാതെ നോട്ടം കൊണ്ടും സംസാര രീതി കൊണ്ടും കലാഭവൻ മണിയുടെ നടേശൻ മലയാള സിനിമ കണ്ട മികച്ച വില്ലന്മാരുടെ കൂട്ടത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മോഹൻലാലിന്റെ തലയ്ക്ക് നൽകിയ ഇൻട്രൊഡക്ഷൻ പോലെ തന്നെ ഒരു മികച്ച ഇൻട്രോ നടേശനും ചിത്രത്തിലുണ്ടായിരുന്നു. പോലീസ് യൂണിഫോമിൽ വിലസുന്ന ക്രിമിനൽ നേതാവ്, കൊച്ചിയിലെ ഗുണ്ടാ ഗ്യാങ്ങുകൾക്ക് തലവൻ എന്നിങ്ങനെ വിശേഷണങ്ങൾ ഒരുപാടായിരുന്നു നടേശൻ എന്ന കഥാപാത്രത്തിന്. പ്രതികാരം വീട്ടാൻ ഇറങ്ങുന്നതും നായകനെ വലിഞ്ഞു മുറുക്കുന്നതും ക്ലൈമാക്സിലെ ഫൈറ്റുമടക്കം ടെംപ്ലേറ്റ് വില്ലൻ രീതികളെല്ലാം ഈ ചിത്രത്തിലും ഉണ്ടായിരുന്നു. എന്നാൽ കലാഭവൻ മണി നടേശനായി അവതരിച്ചപ്പോൾ അതിലെല്ലാം ഇതുവരെ കാണാത്ത ഒരു പുതുമ വന്നു. അതിനൊപ്പം തന്നെ അൻവർ റഷീദ് സ്റ്റൈൽ നിമിഷങ്ങളിലും കലാഭവൻ മണി കസറി. കൂടപ്പിറപ്പിന്റെ മരണത്തിന് മുന്നിൽ നിന്ന് പതറുന്ന ചേട്ടന്റെ വേദന അതിലൊന്നായിരുന്നു. കോമഡി മൂഡിൽ പോകുന്ന സിനിമയുടെ ഒഴുക്കിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന പ്രകടനമായിരുന്നില്ല മണിയുടേതെന്നും എടുത്തു പറയണം. ആ താളത്തിനൊത്തും എന്നാൽ തന്റെ കഥാപാത്രത്തിന് ചേരും വിധം ഏത് മീറ്റർ എവിടെ പിടിക്കണമെന്ന് മണിക്ക് കൃത്യമായി അറിയാമായിരുന്നു. ഛോട്ടാ മുംബൈ അല്ലായിരുന്നു വില്ലനായ കലാഭവൻ മണിയുടെ ആദ്യ തട്ടകം. രാജൻ പി ദേവിന് ശേഷം കേരളത്തിൽ നിന്ന് തമിഴ് സിനിമ കണ്ടെടുത്ത കരുത്തനായ വില്ലനായിരുന്നു കലാഭവൻ മണി. കലാഭവൻ മണിയുടെ രൂപവും ഭാവവും ശരീരഭാഷയും മറ്റും തമിഴ് പ്രേക്ഷകരെ പെട്ടെന്ന് ആകർഷിക്കുന്നതായി. ചരൺ സംവിധാനം ചെയ്ത ജെമിനി എന്ന ചിത്രമാണ് കലാഭവൻ മണിയെ തമിഴകത്ത് ജനപ്രിയനാക്കിയത്. അതുവരെ തമിഴ് സിനിമ കണ്ടിരുന്ന വില്ലൻ കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പ്രകടനമാണ് ജെമിനിയിൽ മണി കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ തമിഴ് സിനിമാ ലോകത്ത് സ്റ്റൈലിഷ് വില്ലൻ എന്ന പേരും മണിക്ക് ലഭിച്ചു. ശേഷം 50ഓളം ചിത്രങ്ങളിൽ മണി തമിഴിൽ തകർത്തു. അതിനിടെ മലയാളത്തിൽ നായകനായും വില്ലനായും സഹനടനായും ക്യാരക്ടർ വേഷങ്ങളിലും കലാഭവൻ മണി അരങ്ങുവാണു. അക്കൂട്ടത്തിൽ ഇന്നും കാണികൾ വിലമതിക്കുന്ന പെർഫോമൻസ് ആയിരുന്നു ഛോട്ടാ മുംബൈയിലെ നടേശൻ. മോഹൻലാലിന്റെ ഛോട്ടാ മുംബൈ വർഷങ്ങൾക്കിപ്പുറം തിയേറ്ററിൽ എത്തുമ്പോൾ ഉറപ്പായും തിരക്കുണ്ടാകും. എന്നാൽ ആ ഒഴുക്കിന്റെ പകുതി നടേശനും അവകാശപ്പെടാനുള്ളതാകും. തല ആഘോഷിക്കപ്പെടുന്നത് പോലെ തന്നെ നടേശനും ആഘോഷിക്കപ്പെടുന്ന നാളുകളാണ് വരാനിരിക്കുന്നത്.